വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് അറേബ്യ. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദിന് ഒരു സ്വപ്നമുണ്ട്. വേഗതയിൽ ലോകത്തേക്കാൾ മുന്നിലെത്തുക, അതോടൊപ്പം തന്നെ അസാധ്യമായി യാതൊന്നുമില്ലെന്ന് നിരന്തരം തെളിയിക്കുകയും. അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകളുടെ സമാഹാരമായ അറബ് പുസ്തകം നേരത്തെ തന്നെ കേൾവി കേട്ടതാണ്. ഇപ്പോൾ ഇതാ ആ ചിന്തകൾ മലയാളത്തിലും വായിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നു. അതേക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. ദർശനത്തിലും പ്രവർത്തനങ്ങളിലും അറബ് ലോകത്തിന്റെ വലിയ ആദരവ് പിടിച്ചുപറ്റിയ നേതാവാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഇദ്ദേഹം പുതുകാലത്തിന്റെ അറബ് റോൾ മോഡലായി വിലയിരുത്തപ്പെടുന്നത് വെറുതെയല്ല. ഒന്നാം നിരയിൽ നിലയുറപ്പിക്കാതെ മുസ്ലിം ലോകത്തിന് രക്ഷയില്ലെന്ന നിലപാടാണ് ഷെയ്ഖ് മുഹമ്മദിന്റേത്. റുവൈത്തി എന്ന പേരിലുള്ള ഷെയ്ഖ് മുഹമ്മദിന്റെ അറബി ഗ്രന്ഥം മലയാളത്തിൽ പുറത്തിറങ്ങിയത് പോയ വാരം വലിയ വാർത്തയായതും സ്വാഭാവികം. ഇംഗ്ലീഷ് ഉൾപ്പെടെ ചുരുക്കം ഭാഷകളിലേക്ക് മാത്രം ഇതിനകം മൊഴിമാറ്റം നടത്തിയ കൃതിക്കാണ് മലയാളത്തിലേക്ക് എളുപ്പം വഴി തുറന്നത്. ഗൾഫ് മാധ്യമം ദുബൈയിൽ നടത്തിയ എന്റെ സ്വന്തം മലയാളം പരിപാടിയായിരുന്നു പ്രകാശനവേദി. എന്റെ ദർശനം മികവിനായുള്ള മത്സരത്തിലെ വെല്ലുവിളികൾ എന്ന പേരിലാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ പുസ്തകം മലയാളത്തിൽ പുറത്തിറങ്ങിയത്. ശ്രേഷ്ഠ ഭാഷയായി ഉയർത്തപ്പെട്ട മലയാളത്തിന് ലഭിച്ച മറ്റൊരു അംഗീകാരം കൂടിയായി ഈ മൊഴിമാറ്റം. ഷെയ്ഖ് മുഹമ്മദിന്റെ മകൻ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രകാശനം നിർവഹിച്ചു. മലയാള സാഹിത്യത്തിലെ പെരുന്തച്ചൻ MT വാസുദേവൻ നായർ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. നേരത്തെ ഷാർജ ഭരണാധികാരിയുടെ പുസ്തകവും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു. 5 ഭാഗങ്ങളായി തിരിച്ച ഷെയ്ഖ് മുഹമ്മദിന്റെ പുസ്തകത്തിൽ 13 അധ്യായങ്ങളാണുള്ളത്. ഷെയ്ഖ് മുഹമ്മദിന്റെ 2 കവിതാ സമാഹാരങ്ങളും ഏതാനും പുസ്തകങ്ങളും നേരത്തെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അറബ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നു എന്നതും ഷെയ്ഖ് മുഹമ്മദിന്റെ രചനകളുടെ സ്വീകാര്യതയ്ക്ക് മറ്റൊരു തെളിവാണ്. പുസ്തകത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കുറിക്കുന്നത് ഇങ്ങനെ: നിങ്ങൾ സിംഹമായാലും കലമാനായാലും നിലനിൽക്കണമെങ്കിൽ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ ഓടിയേ പറ്റൂ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഒപ്പിട്ട പുസ്തകങ്ങൾ വലിയൊരു നിധി പോലെയാണ് മലയാളത്തിന്റെ കീർത്തി കേരളത്തിന്റെ അതിരുകടത്തിയ 13 പ്രഗത്ഭർ പ്രകാശന ചടങ്ങിൽ ഏറ്റുവാങ്ങിയത്. പുസ്തകത്തിന്റെ മൊഴിമാറ്റം നടത്താൻ ഭാഗ്യം ലഭിച്ചത് തലശ്ശേരി സ്വദേശി KC സലീമിന്. വലിയൊരു ചരിത്ര നിയോഗമായിട്ടാണ് സലീം ഇതിനെ കാണുന്നത്. പ്രമുഖരുടെ 12ലധികം പുസ്തകങ്ങൾ വിവർത്തനം നടത്തിയ സലീമിന് ഷെയ്ഖ് മുഹമ്മദിന്റെ ഓഫീസിലുള്ള സുഹൃത്തുക്കളാണ് റുവൈത്തി പരിചയപ്പെടുത്തിയത്. 10ഓളം പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തി എന്നുള്ളതാണ് ജീവിതത്തിലൊരു വിജയമായിട്ട് തോന്നുന്നത്. അതിൽ വഴിത്തിരിവായത് സിയാവുദ്ദീൻ സർദാറിൻ്റെ ഡെസ്പറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ്, കോഴിക്കോട്ട് അതർ ബുക്സ് സ്വർഗം തേടി എന്ന പേരിൽ ഇറക്കിയതാണ്. അതിൻ്റെ പരിഭാഷ പലരും അതിൻ്റെ മികവ് പലരും പുകഴ്ത്തി. എന്ന് മാത്രമല്ല, അതിലൊരു ഇമെയിൽ ID കൊടുത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ പ്രശംസിച്ചുകൊണ്ട് എഴുതി 2 ദിവസം കൊണ്ട് വായന തീർത്ത ഈ 450 പേജ് വായന തീർത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഒരു അനുഭവം. പിന്നെ താരിഖ് റമദാൻ്റെ റാഡിക്കൽ റിഫോം എന്നുള്ളൊരു പുസ്തകം ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് അസദിൻ്റെ പുസ്തകം ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഇസ്മായിൽ റാജി ഫാറൂഖിയുടെ തൗഹീദ്, ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് ഫോർ തോട്ട് ആൻഡ് ലൈഫ്, ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് പോലുള്ള പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദിന്റെ തന്നെ ഫ്ലാഷസ് ഓഫ് തോട്ട് എന്ന പുസ്തകത്തിന്റെ മൊഴിമാറ്റം നിർവഹിക്കുന്നതും സലീമാണ്. ഈ പുസ്തകം വായിച്ചപ്പോൾ ഹൈലി മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസ്പിരേഷണൽ ആയിട്ടുള്ള ഒരു എഴുത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് പരിഭാഷപ്പെടുത്തും തോറും എന്നെയും അത് ഏറെ പ്രചോദിപ്പിച്ചിട്ടുമുണ്ട്. അത് അങ്ങനെയുള്ള രാഷ്ട്രത്തലവന്മാർ എനിക്ക് തോന്നുന്നത് വളരെ ഒരുപക്ഷെ അപൂർവമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ എന്നെ നന്നായിട്ട് സ്വാധീനിച്ചിരുന്നു. തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, നന്മയുടെ വൃക്ഷങ്ങൾ എന്നിവയാണ് സലീമിന്റെ സ്വന്തം കൃതികൾ. interactive.net.in എന്ന പ്രമുഖ ഇംഗ്ലീഷ് പോർട്ടലിന്റെ എഡിറ്ററാണിപ്പോൾ സലീം. കേരള സർക്കാരിന്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ നിന്ന് മേഖലാ ഡയറക്ടറായി വിരമിച്ച ശേഷം ടൈംസ് ഓഫ് ഒമാൻ ലേഖകനായി. പ്രബോധനം വാരികയുടെ സഹപത്രാധിപരും മലർവാടി ബാലമാസികയുടെ സ്ഥാപക പത്രാധിപ അംഗവുമായിരുന്നു. ഷെയ്ഖ് മുഹമ്മദിന്റെ കാഴ്ചപ്പാടുകളുടെ മലയാള മൊഴിമാറ്റത്തിലൂടെ ഇരു സംസ്കാരങ്ങളുടെ ആഹ്ലാദപൂർണമായ സമന്വയത്തിന്റെ അവസരം കൂടിയാണ് കൈവന്നത്.